തക്കാളി കൊണ്ട് ഒരു മാസം വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലിൻ്റെയും ദോശേൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. തക്കാളിയൊക്കെ വിലക്കുറവിൽ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് 3 തക്കാളിയാണ്, മീഡിയം സൈസിലുള്ള തക്കാളി. ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അധികം പേസ്റ്റ് പോലെ ആവേണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇനി ചട്ടിയിൽ എള്ളെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുന്ന സമയത്ത് കടുകും ഒരു നുള്ളു ജീരകവും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് തൊലിയോടുകൂടി ചതക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു കുടം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, പിന്നെ ഒരു നുള്ള് കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കിത് ഒന്ന് പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളി അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി ഇതൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അതിൽ നിന്നുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി വറ്റി കിട്ടണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു കഷ്ണം ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നോക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പും അതുപോലെ തന്നെ മധുരവും വേണമായിരുന്നു. അപ്പോൾ അത് രണ്ടും ഒന്നുകൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം സമയം തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് ഊറി വരുന്ന സമയത്ത് നമ്മളിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമുക്കിത് നല്ലോണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ 1-2 ടേബിൾ സ്പൂൺ ഇത് മാത്രം മതിയാകും. വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ.